ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ ചെയ്തതല്ല, അമ്മയും അനിയത്തിയും കൂടെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത പച്ച ചക്കയാണ് വേണ്ടത്, പഴുത്തത് പറ്റില്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുപോലെ ചുളയൊക്കെ എടുത്ത് നന്നായിട്ട് മുറിച്ചെടുക്കാം നീളത്തിൽ. പിന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് അതുപോലെ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇളക്കിയാൽ മതി. സാധാരണ വാഴക്കയുടെയൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇളക്കി നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് കലക്കിയതാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കളറ് കിട്ടാനും അതുപോലെ തന്നെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും, ഇളക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാം. അപ്പോൾ അങ്ങനെ പാകമാകുമ്പോഴാണ് നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ വരും ഈ ചിപ്സിനെ. ഒരുപാട് കരിയാൻ പറ്റത്തില്ല, ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക വറുത്തത്, അല്ലെങ്കിൽ ചക്ക ചിപ്സ്, അല്ലെങ്കിൽ ചക്ക ഉപ്പേരി എന്ന് പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.